നമ്മുടെ നാട്ടിൽ ഇന്ന് സോറിയാസിസ് വളരെ സാധാരണമായി കാണാറുണ്ട്. ഞാൻ ഡോക്ടർ രാംമോഹൻ, ചീഫ് ഫിസിഷ്യൻ, വേദഗ്രാം ഹോസ്പിറ്റൽ, ഓമല്ലൂർ, പത്തനംതിട്ട. അങ്ങനെ കാണുന്ന സോറിയാസിസുകൾ ഓരോന്നും ഓരോ തരമാണ്, ഓരോ തരം ചികിത്സയുമാണ് വേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് 4 തരം സോറിയാസിസ് ആണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്ലേഗ് സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതിൽ നമ്മൾ തൊലി അല്പം ഉയർന്നു നിൽക്കും. അത് പതുക്കെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ വെള്ളി നിറമുള്ള സ്കെയിലുകൾ ഇളകി വരികയും അതിനടിയിൽ ചെറിയ രക്തക്കൊള്ളികൾ കാണുകയും ചെയ്യും. ഇതിന് വാതകബാധികമായിട്ടുള്ള ചികിത്സയാണ് വേണ്ടത്. അടുത്തത് ഗട്ടേജ് സോറിയാസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. അത് കൂടുതലും കാണുന്നത് മാറിൻ്റെ ഇടയിലും തുടക്കിടയിലും ചുമന്ന് തടിച്ച് കാണാറുണ്ട്. ആ ചുമന്ന് തടിച്ച് കാണുന്നതിനാണ് പിത്താധികമായിട്ടാണ് എടുക്കുന്നത്. ആ രീതിയിലുള്ള ചികിത്സയാണ് നമുക്കതിന് ചെയ്യുന്നത്. മൂന്നാമത്തെ കണ്ടീഷനാണ് ബോവോപ്ലാന്റർ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയും. ഇത് കയ്യിലും മറ്റും കുമിളകൾ പോലെ, ചെറിയ കുമിളകൾ പോലെ വന്ന് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ്. പിത്തകബാധികമായ ഒരു സോറിയാസിസാണിത്. അതിനും ആ രീതിയിലുള്ള ചികിത്സ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. നാലാമത് കാണുന്നതാണ് നമ്മൾ സെബോ സോറിയാസിസ് പറയുന്നത്. സാധാരണ താരൻ പോലെ ഈ സെബോറിക് ഗ്ലാൻസ്, അതായത് എണ്ണ ഉണ്ടാകുന്ന ഗ്രന്ഥികൾ അധികം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന സോറിയാസാണ് സെബോ സോറിയാസിസ് എന്ന് പറയുന്നത്. അത് കഫാധികമായി ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി മാറുന്നതാണ്. സാധാരണ അലോപ്പതിയിൽ സ്റ്റീറോയിഡ് ഔഷധങ്ങളും ഉള്ളിലേക്കും പുറത്തേക്കും തേച്ചാൽ പോലും പലപ്പോഴും മാറാത്ത സോറിയാസിസ് ആയുർവേദം കൊണ്ട് വളരെ നന്നായി ചികിത്സിച്ച് മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക.